ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എല്ലാ ദിവസവും വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എന്താ പറയുക ചാനലിന് എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സ് കാര്യങ്ങളൊക്കെ കയറുന്നുള്ളൂ കേട്ടോ. അതെനിക്ക് അറിയാം. പക്ഷേ ചില സമയത്ത് പറ്റുന്നില്ല. നമ്മൾ കുഞ്ഞിനെ കൊണ്ട് തെറാപ്പിക്ക് പോവുകയാണ്. പിന്നെ വീട്ടിലിരുന്ന് കഴിഞ്ഞാലും ഒരുപാട് ജോലികളുണ്ട്. ഒന്നൊന്നുമല്ല, ഒത്തിരി ജോലികളുണ്ട്. കുഞ്ഞുവാവയും കൂടി ഉള്ളതുകൊണ്ടേ അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചെന്നാലും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പോലും ചില സമയത്ത് സാധിക്കില്ല. കാരണം ഞാനിങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്ന് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ എഴുന്നേറ്റ് അലമ്പുണ്ടാക്കണം. പിന്നെ ഇതിലിങ്ങനെ അവളുടെ കരച്ചിലും ബഹളം ഒക്കെ കേൾക്കുമല്ലോ. പിന്നെ കൊച്ചിനെ അങ്ങനെ കരയിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കുഞ്ഞിനെക്കൂട്ടനാണെങ്കിലും ചില സമയത്തൊക്കെ വഴക്കും വാശിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും മൂഡ് നന്നായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തമ്പുരുക്കുട്ടൻ കുഴപ്പമൊന്നുമില്ല. അവൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് തന്നെയാണ്. അപ്പം തമ്പുരുള്ള സമയത്ത് കുഞ്ഞിപ്പെണ്ണ് നന്നായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ റെക്കോർഡൊക്കെ ചെയ്ത് വെക്കുന്നത്. കുഞ്ഞിനെക്കുട്ടനെ കൊണ്ട് ഇന്നെന്നല്ല നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിന് അരി, പയറ് അങ്ങനെ പല പല സാധനങ്ങൾക്ക് അത് ഞാൻ മുന്നേയുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ചെയ്യിക്കാറുണ്ട് ഇങ്ങനെ. അപ്പോൾ അവന് സെൻസറി പ്രശ്നം ഒരുവിധം നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഈ കുഴഞ്ഞ വസ്തുക്കളോട് മാത്രമേ ഒരു ഇത്തിരി പ്രശ്നമൊക്കെ ഉള്ളൂ. പക്ഷേ അതും അത്രയ്ക്കധികം ഒന്നുമില്ല. ഈ സെൻസറി പ്രശ്നം നന്നായിട്ട് കുറയണം കേട്ടോ ഇവർക്ക്. എങ്കിൽ മാത്രമേ ഇവരുടെ എന്താ പറയുക ബ്രെയിനിന് എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അവരുടെ ബ്രെയിൻ എന്താ ചെയ്യുക, അങ്ങനെ തന്നെ ഒരേ അവസ്ഥയിൽ തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വീഡിയോ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ വേറെ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത്. നിങ്ങൾക്ക് ബോറാവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കുഞ്ഞിനെക്കുട്ടനെ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങ് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അരിക്കാത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ വാരി അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞു. എന്നാലും കുഴപ്പമില്ല. അവന് മറ്റേ വലത് കൈ നന്നായിട്ട് ഉപയോഗിക്കില്ലായിരുന്നല്ലോ. പക്ഷേ ഇതിലൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യിക്കുന്ന കാരണം വലത് കൈ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഒരു ചെറിയ ടൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ തെറാപ്പിക്ക് പോയി കഴിയുമ്പോൾ പതുക്കെ മാറ്റിക്കോളും. അപ്പോൾ വലത് കൈയും ഒരുവിധം നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ ബ്രെയിൻ ഒരുവിധമൊക്കെ ഒന്ന് ശരിയായി വന്നു എന്നാട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ എന്താ പറയുക കുഞ്ഞിന് നടക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ബ്രെയിനും ഏകദേശം ഒന്ന് ഓക്കെ ആവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. കാരണം ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഇവർക്ക് ശരിയാവേണ്ടതായിട്ടുള്ളത്. കാരണം ഫിസിക്കലി ഓക്കെ ആണെങ്കിലും ഇവർക്കുടെ ബ്രെയിനും കൂടി ഒരു അത്യാവശ്യം ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു പ്രേരിപ്പിക്കൽ വന്നാലാണല്ലോ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. എന്ത് ചെയ്തു കൊടുത്താലും അത് നല്ലതാണ് അവർക്ക്. ഇങ്ങനെ ആക്ടിവിറ്റികളൊക്കെ എന്ത് ചെയ്തു കൊടുത്താലും നല്ലതാണ്. അപ്പോൾ കുഞ്ഞിനെക്കുട്ടനെ ഇങ്ങനെ മുട്ടുകുത്തി നിർത്തിക്കുന്നത് ചില സമയത്ത് അവൻ അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ മുട്ടുകുത്തി നിർത്തിക്കുന്നതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇവൻ തന്നെ ഇങ്ങനെ മുട്ടുകുത്തി എഴുന്നേറ്റൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നന്നായിട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനിങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ബാലൻസ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ തെറാപ്പിക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായി എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തെറാപ്പിക്ക് പോകുന്നതിന് വിശേഷം എന്ന് പറയാനായിട്ട് നമ്മൾ പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ പെട്ടെന്നൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ലോ. പക്ഷേ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. പോയി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം നേരത്തെ വീട്ടിലിരുന്നിട്ട് ഞാൻ ഒന്നും അറിയാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നതിലും നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയാണ് അറിയുന്നിടത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ. കാരണം കൊച്ചിന് അത് നന്നായിട്ട് അവനത് പ്രയോജനമാവും നമുക്കറിയാമല്ലോ. വീട്ടിലിരുന്ന് ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ ഇതെന്താവും പോലും എന്താണെങ്കിലും എനിക്ക് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ചെയ്തു കൊടുക്കുകയാണ് എന്നൊരു മട്ടിലല്ലേ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ തെറാപ്പിക്ക് പോയപ്പോൾ അവർ പറഞ്ഞത് ഇവന് ചില സ്ഥലത്ത് നല്ലതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ടൈറ്റുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഇത്തിരി ലൂസ് അങ്ങനെയൊക്കെ കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല, ഭയങ്കരമായിട്ട് ടൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്തു കൊടുത്തതിൻ്റെ ആ ഒരു ഗുണം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കാരണം നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏതവസ്ഥയിലോട്ട് പോകുമായിരുന്നു നമുക്ക് അറിയാമല്ലോ. നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുന്നതല്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും വീട്ടിൽ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയധികം ടൈറ്റ്നെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം കുഞ്ഞിനെ അതിനൊരു തെളിവ് തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഒരുപാട് നാളായി ഇപ്പോൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അവരങ്ങനെ പറയാൻ അത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയണമെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുത്തതിൻ്റെ ഒരു ഗുണം തന്നെയാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്താ പറയുക വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവരുടെ ജോയിൻസിനൊക്കെ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്ട്രെച്ചിങ് അത്യാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ.
പിന്നെ ഈ വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിരുന്നു. എൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങളുടെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ ചില സമയത്ത് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡുണ്ടാവില്ല. എന്താണെന്നറിയില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ. നമുക്ക് അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം.